ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്കിന്നൊരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കുതിർത്തി വെച്ചതാണ്. ഒരു 5-8 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ അത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും, ആവശ്യത്തിന് ഉപ്പും, അതേപോലെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ, അതായത് ഞാനിവിടെ ഒരു 100 ഗ്രാം ചേനയും അതേപോലെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തതാണ്. ഇനി പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഇത് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് തേങ്ങ നമുക്ക് ചതച്ചെടുക്കേണ്ടിയിട്ടാണ്. അത് ഞാനൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും അതേപോലെ ഒരു 3-4 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അധികം നല്ലോണം ഒന്ന് ചതക്കണ്ട, ഒന്ന് അരക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കടല വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വന്നാൽ അത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് തേങ്ങ വറുക്കാനുള്ള തേങ്ങയാണ്. അത് നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടുകും അതേപോലെ ഒരു 5-6 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ വരുന്നവരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കൂട്ടുകറിയിൽ ഇത് ഇങ്ങനെ നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അപ്പം നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കടലയും പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയല്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയെല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ അടിപൊളി കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.